വെനസ്ഡേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷപ്പായി. നാളെ രാവിലേക്ക് കഴിക്കാനുള്ള ഓട്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കണ്ടോ, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓട്സിൻ്റെ പാക്കറ്റ് കാലിയായിട്ട് കാണുന്നത്. ഡയറ്റ് തുടങ്ങണമെന്നും പറഞ്ഞ് ഓട്സ് മേടിച്ചു വെക്കും, പൂത്ത് കഴിഞ്ഞ് എടുത്ത് കളയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റും ഓട്സ് തന്നെയാണ്. ഓട്സ് കൊണ്ട് തന്നെ ഞാൻ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഈ ഓവർനൈറ്റ് ഓട്സ്. ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് എടുത്ത് ഓട്സ് ഇട്ട് അതിലേക്ക് ചിയാ സീഡും വാൽനട്ടും കുറച്ച് ഹണിയും കൂടെ ഒഴിക്കും. പഴം ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്ക് പേടിഎം എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായി. +2 തൊട്ടൊക്കെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ അമ്മ തന്നെയാണ് അതിന്റെ ഗുരു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രെഡിറ്റ് സ്കോറും ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനൊരു ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടായി. എടുത്തു കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പം ഞാനാണ് അടയ്ക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട്സിന് ലോൺ എടുത്തു കൊടുത്ത് പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. യൂറോപ്പിലല്ലേ, കുറെ പൈസ ഉണ്ടല്ലോ എന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് അത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നിങ്ങളിപ്പോൾ ഇനി ആർക്കെങ്കിലും കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ അത് തിരിച്ചു പ്രതീക്ഷിക്കരുത്. ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോകും. ബാക്കി നാളെ.